Hello, welcome to Market Discussion of the Day. Today, 15th of April 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മളുടെ എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് പോലെ നമ്മളുടെ പുതിയൊരു ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് പോലെ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മളുടെ മലയാളം ബാച്ച് നടക്കുന്നത്. ഓക്കെ, സോ ബാക്കി ലാംഗ്വേജസിലുള്ള ബാച്ചസിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ ബേസിക്കലി എന്താ പറയുക, ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് മെസ്സേജ് അയക്കാം, സീരിയസ് ആണെങ്കിൽ മാത്രം. ഓക്കെ, മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വൈകുന്നേരം 7:30 മണിക്കും 10:30 മണിക്കും നിങ്ങൾ ഫ്രീ ആണോ എന്നുള്ളൊരു കാര്യം. അടുത്ത 4 ദിവസത്തേക്ക് നിങ്ങൾ ഫ്രീ ആണോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കത് അതിനകത്ത് കയറാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ദയവ് ചെയ്ത് മെസ്സേജ് അയക്കുക. ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നോക്കി മെസ്സേജ് അയക്കാതിരിക്കുക. പഠിക്കണം സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. അതിനുശേഷം ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിനുശേഷം നമ്മൾ എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ട് വലിയ ന്യൂസുകളൊന്നുമില്ല. ഇന്ന് നമ്മൾ ഫുള്ളി നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇന്നലെയൊക്കെ പറഞ്ഞതാണല്ലേ. സോ എന്നാലും പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് നമുക്ക് 8:30 ശേഷം എല്ലാ ദിവസവും യു എസ് മാർക്കറ്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന 8:30 ശേഷം, ഇന്ത്യൻ ടൈമിംഗ് 8:30 ശേഷം ഭയങ്കരമായ ഒരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എല്ലാ ദിവസത്തെയും പോലെ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒറ്റ കാര്യം പറയാം, എൻ്റെ ലൈവ് അതായത് എൻ്റെ വൈഫൈ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടിട്ടാണ് ലൈവ് ട്രേഡ് ഇതിനകത്തുള്ളൊരു ഫ്ലക്ച്വേഷൻസ് നടക്കാത്തത്. ഇപ്പോൾ ഞാനിവിടെ UK ടൈമിംഗ് 8:49 അപ്പോൾ ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് 1 മണി ആ ഒരു സമയമൊക്കെ ആയിരിക്കും, 1:30 അടുപ്പിച്ചൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ എനിക്ക് ഇപ്പോൾ ഇവിടെ ട്രേഡ് വൈഫൈ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കി, അതും കണക്റ്റ് ആവുന്നില്ല. സോ ഞാൻ ഇന്നത്തെ ലെവൽസ് മാത്രം പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, സോ ബേസിക്കലി ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ US പ്രസിഡൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ന്യൂസസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അതേപോലെ ചൈന പല രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് താരിഫ് ഇല്ലാത്ത രീതിയിലുള്ള വിനിമയം നടത്താനായിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കുന്നുണ്ട്. അതേപോലെ പല നെയ്ബറിങ് കൺട്രീസുമായിട്ടുള്ള മീറ്റിംഗ്സും നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. താരിഫ് ഇല്ലാതെ എന്താ പറയുക, കച്ചവടം നടത്താനായിട്ട് അവരും ചൈനയും യൂറോപ്പും തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചും കൂടെ നല്ലൊരു രീതിയിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ നാളത്തെ ദിവസം ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. സോ നാളെ റീറ്റെയിൽ സെയിൽസ് ഉണ്ട്, യൂറോ സോണിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് ഉണ്ട്. അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ളൊരു ദിവസം ആയതുകൊണ്ട് ഇന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ട്രേഡിൽ നിന്ന് എത്രയും പെട്ടെന്ന് എക്സിറ്റായി പ്രോഫിറ്റ് എടുത്ത് മാറുക, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസിലോട്ട് ഇതാക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിൽ നമ്മൾ പറയുമ്പോൾ JPY JPY ഞാൻ എൻ്റെ സ്ക്രീനും കൂടെ എടുത്ത് വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, സോ JPYയിൽ നമ്മളിപ്പോൾ കറൻ്റ്ലി JPY ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 143 പോയിൻറ്റ് 143.43 ആ റേഞ്ചിലാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എന്താ പറയുക, 140 നമുക്ക് താഴെ കിട്ടിയാൽ 140-142 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ചെയ്യുന്നത് കാണിച്ചേക്കുന്നത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വൈഫൈ ഇതുമായിട്ട് കണക്റ്റ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, സോ കറക്റ്റ് ടൈം തന്നെയാണ്. സോ ഈ റണ്ണിങ് ക്യാൻഡിൽ തന്നെയാണ് 15-ാം തീയതി 10 മണിക്കുള്ള ക്യാൻഡിലാണ്, പക്ഷേ പ്രൈസിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, സോ എന്നിരുന്നാലും ഇവിടുന്ന് നമുക്ക് താഴെ കിട്ടിയാൽ എവിടെയാണ്, നമുക്കൊരു 142 ഒക്കെ അടുത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, 144 എന്ന് പറയുന്നത് ഇനിഷ്യൽ ടാർജറ്റും 146 ഒരു ഫൈനൽ ടാർജറ്റും, അതായത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് 144 ചെയ്യാം എന്നുള്ളതാണ്. 141.50 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പോകേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ,
സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.1348 എന്ന് പറയുന്നൊരു ലെവലിലാണ്. ഓക്കെ, സോ യൂറോയിലെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോ അപ്സൈഡ് തന്നെയാണ്. സോ അതുകൊണ്ട് സെൽ എൻട്രി ഒന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. നമുക്കൊരു ബൈ എൻട്രി ഇപ്പം ഇന്നത്തേക്ക് മാത്രമുള്ളൊരു ബൈ എൻട്രി വേണമെങ്കിൽ ഒരു 1.1300 ആ ലെവലിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് പക്ഷേ ഒരു ബെറ്റർ ബൈ എൻട്രി എന്ന് പറയുന്നത് യൂറോയിൽ 1.125 റേഞ്ചാണ്. 1.125 ഇതിൻ്റെ താഴെയായിട്ട് വരും. 1.125 റേഞ്ചിലാണ് നമുക്കൊരു ബെറ്റർ ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ എന്താണ് GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.316 ആ റേഞ്ചിലാണ്. സോറി, GBPയുടെ ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഞാൻ എൻ്റെ പ്രൈസ് എടുത്തിട്ട് പറയാം. GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തിട്ട് 1.3214 റേഞ്ചിലാണ്. ഓക്കെ, 1.32 ലെവലിലോട്ടൊക്കെ പോയി, ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് ബേസിക്കലി അപ് ട്രെൻഡ് തന്നെയാണ്. റിസ്ക് എടുക്കണം എന്ന ആൾക്കാർക്ക് 10 മണിക്ക്, അതായത് ഇന്ത്യൻ ടൈമിക്ക് 2:30 മണിക്കുള്ള ക്യാനിൽ 1.32ൻ്റെ 3200 താഴെയാണെങ്കിൽ അവിടുന്ന് റിസ്ക് എടുത്ത് സെല്ല് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ അത് റിസ്കി ഓപ്ഷനാണ്. അതുകൊണ്ടിട്ട് ഞാനത് എടുക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലൊരു റീട്രേസ്മെൻറ്റ് കിട്ടുമ്പോൾ ഈവൻ നമുക്കൊരു ഇന്നലത്തെയൊക്കെ ലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1.1100 ഓക്കെ, അല്ലെങ്കിൽ 1.3100 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് കിട്ടിയാൽ വളരെ നല്ലൊരു ബൈ ആണ്. 1.300 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബൈ ആണ്. ഓക്കെ, ഇല്ലെങ്കിൽ 1.3100 ഈ ലെവൽ കിട്ടിയാലും കുഴപ്പമില്ലാത്തൊരു ബൈ ആണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് ഇപ്പോൾ തൽക്കാലം നമുക്കൊന്നും പറയാനായിട്ടില്ല. ഓക്കെ, ലോങ്ങർ ടേമിലോട്ട് ഉറപ്പായിട്ടും 1.2900 1.2800 കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി ആണെന്ന് വിചാരിക്കുക. നല്ല ലോട്ടുകൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് GBPയിൽ പറയാനുള്ളത്. നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡിലും എനിക്ക് എന്താ പറയുക 14-ാം തീയതിയിലത്തെ തന്നെയാണ് കിടക്കുന്നത് ചാർട്ട്. ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3220 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ ഈ റേഞ്ചിൽ തന്നെയാണ് ആക്ച്വലി ഗോൾഡ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അപ് ട്രെൻഡാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ സെൽ ഓപ്ഷൻ ഒന്നും പറയുന്നില്ല. 3230 നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ. പക്ഷേ അത് ഞാൻ സെൽ ഓപ്ഷൻ ഞാൻ പറയുന്നില്ല. നല്ലൊരു സപ്പോർട്ട് എവിടെയാണെന്ന് വെച്ചാൽ 3215 നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും. അവിടുന്ന് ചെറിയൊരു $10 പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റുന്നൊരു നല്ല രീതിയിലുള്ളൊരു ബൈ പോയിന്റ് 3215 എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ 3208 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കുക. ഒരു 205 ലെവലിലോട്ടൊക്കെ വെച്ചാൽ ഓക്കെയാണ്. ഓക്കെ, പക്ഷേ ബെറ്റർ ബൈ അല്ലെങ്കിൽ ഒരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ എപ്പോഴും ഇന്നോ നാളെയോ ആയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് 3180 മാർക്കറ്റ് കടക്കുകയും അവിടുന്ന് ഒരു ഭയങ്കരമായൊരു സെല്ല് വരികയും ചെയ്യും. അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് സ്റ്റക്കായി പോവാതെ ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യമാണ് ഗോൾഡിൽ. 3180 അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെയൊക്കെ നല്ല പ്രസൻസ് ഉണ്ട്. അവിടുന്ന് മാർക്കറ്റ് ബൂമായി മുകളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം